1 മണിക്കൂർ 52 മിനിറ്റ് നീളമുള്ള സിനിമ. വളരെ കോമഡിയും ഹ്യൂമറും എന്റർടൈനിങ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒത്തിരി ചിരിക്കാനുള്ളൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന ഒരു മൂവിയാണ് ഇൻസ്പെക്ടർ ഷിൻഡെ. മനോജ് ബാജ്പേയി ആണ് ഈ ഒരു സിനിമയിലെ ടൈറ്റിൽ ക്യാരക്ടറായിട്ട് വരുന്നത്. ഇൻസ്പെക്ടർ ഷിൻഡെ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള പോലീസുകാരുടെ സ്ട്രഗിൾസ് ആണ് വളരെ കോമഡി ആയിട്ട് ഹ്യൂമറോട് അത്യാവശ്യം നറേഷനൊക്കെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു മൂവിയാണ്. സോ എങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു കാൾസ് ബോജ്രാജ് എന്ന് പറയുന്ന ക്രിമിനലിനെ പിടിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. അതിൽ അദ്ദേഹത്തിന്റെ ഹയർ ഒഫീഷ്യലായിട്ട്, അതായത് DGP ആയിട്ട് വരുന്ന സച്ചിൻ ഗഡേക്കർ ആണെങ്കിലും, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് വരുന്ന ഈ ഒരു ക്യാരക്ടർ ആണെങ്കിലും, അദ്ദേഹത്തിന്റെ കൂടെയുള്ള പോലീസുകാരാണെങ്കിലും എല്ലാവരും തന്നെ കറക്റ്റ് മീറ്ററിൽ നല്ല ആ ഒരു ഹ്യൂമറും കോമഡിയും ഒക്കെ ആയിട്ടുള്ള രണ്ടും കലർത്തിയിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് ആണ് തന്നിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആണ്. സോ ഇങ്ങനെ ഒരു കൂട്ടം പോലീസുകാർ ഈ ഒരു കാൾസ് ബോജ്രാജിനെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന വളരെ രസകരമായിട്ടുള്ള അവരുടെ മണ്ടത്തരങ്ങളും അവരുടെ പേടിയും എല്ലാം തന്നെ നല്ല ബ്രില്യൻ്റ് ആയിട്ടാണ് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടർ ചിന്മയ പടേൽക്കർ. സോ അദ്ദേഹം ഒരു ആക്ടർ കൂടിയാണ്. സോ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മൂവിയാണ്. വളരെ രസകരമായിട്ടാണ് ഈ ഒരു മൂവിയുടെ നറേഷൻ മുന്നോട്ട് പോകുന്നത്. കാരണം ഹ്യൂമറിന് ഹ്യൂമർ, അവയുടെ സ്ട്രഗിൾസ്, അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. മനോജ് ബാജ്പേയിയുടെ ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ആണെങ്കിൽ പോലും അദ്ദേഹം ആ ഒരു കറക്റ്റ് മീറ്ററിലാണ് ഇൻസ്പെക്ടർ ഷിൻഡെ സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ചൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം വളരെ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.